തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ അരളിപ്പൂവിന് നിയന്ത്രണം. പൂജയ്ക്കായി തെച്ചി, തുളസി എന്നിവ ഉപയോഗിക്കണം. തീരുമാനം നാളെ മുതൽ നടപ്പിലാകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം. അതുകൊണ്ടാണ് ഡയറക്റ്റായി ഭക്തരിലേക്ക് എത്തുന്ന ഒരു വഴിപാടാണല്ലോ നിവേദ്യ സമർപ്പണം. അതിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല, അരളിപ്പൂ ഉപയോഗിക്കാൻ പാടില്ല. മാത്രമല്ല പ്രസാദം ഭക്തർക്ക് നേരിട്ട് നൽകുന്നതാണ്, അതിലും അരളിപ്പൂ ഉപയോഗിക്കാൻ പാടില്ല. അത് രണ്ടുമാണ് ബോർഡ് എടുത്തിരിക്കുന്ന തീരുമാനം. വളരെ പെട്ടെന്ന് നാളെ മുതൽ അത് ഇമ്മീഡിയറ്റ് എഫക്ട്, നാളെ മുതൽ തന്നെ അത് പ്രാബല്യത്തിലാക്കണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. AV ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, നിലവിലൊരു നിയന്ത്രണം എന്ന തരത്തിലേക്കാണ്, അതായത് നിവേദ്യത്തിലും പ്രസാദത്തിലും ഒരു കാരണവശാലും അരളിപ്പൂവ് പാടില്ല, കാരണം വിഷാംശമുണ്ടോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മറ്റ് കാര്യങ്ങൾക്ക് ഇപ്പോൾ പൂജയ്ക്കൊക്കെ കഴിയുന്നതും തെച്ചിപ്പൂവ് ഉപയോഗിക്കുക, എന്നാൽ ഇത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാം, ആ തരത്തിലേക്കാണോ ഇപ്പോൾ നിയന്ത്രണം? അതായത് നിയന്ത്രണം എന്ന് പറയുമ്പോഴും തത്വത്തിൽ നിരോധനം തന്നെയാണ്. കാരണം ദേവസ്വം ബോർഡ് കൃത്യമായി ഇത് ഉപയോഗിക്കരുത്, അരളിപ്പൂ ഉപയോഗിക്കരുത്, പൂജയ്ക്കും ഒപ്പം നിവേദ്യത്തിനും മറ്റും ഇത് ഉപയോഗിക്കരുന്ന കൃത്യമായ നിർദ്ദേശം നൽകുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ക്ഷേത്രത്തിൽ ഇത് വാങ്ങേണ്ടെന്നൊരു തീരുമാനം പൊതുവിൽ എടുക്കും. അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ ഒരു തരത്തിൽ അരളിപ്പൂവിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നിരോധനം വരികയാണ്. ഒപ്പം തെച്ചി, തുളസി പോലുള്ള പൂക്കൾ ഇത്തരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ് നിലവിൽ ദേവസ്വം ബോർഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ക്ഷേത്രത്തിലെ നിവേദ്യം ഒപ്പം പ്രസാദം നൽകുന്നതിനും മറ്റു കാര്യങ്ങൾക്കും ഇത്തരത്തിലുള്ള പൂക്കൾ ഉപയോഗിക്കണം, അരളിപ്പൂ ഉപയോഗിക്കരുതെന്നാണ് ദേവസ്വം ബോർഡ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ ഫലം ഉൾപ്പെടെ വന്നതിന് ശേഷം അരളിപ്പൂവിന്റെ കാര്യത്തിൽ തുടർ തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മാധ്യമങ്ങളോട് ഉൾപ്പെടെ പറഞ്ഞത്. എന്തായാലും അരളിപ്പൂവിന്റെ ഉപയോഗം മൂലം മരണം ഉൾപ്പെടെ നടന്നുവെന്ന വലിയ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ അരളിപ്പൂവിന്റെ ഉപയോഗത്തിന് ക്ഷേത്രങ്ങളിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയത്. എന്തായാലും ഇതിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടെ അന്തിമ റിപ്പോർട്ട് വരുന്നതുവരെ ഈ നിയന്ത്രണങ്ങളും നിരോധനവും എല്ലാം തന്നെ തുടരും. അതുവരെ ഭക്തർക്ക് പൂർണ്ണമായും സുരക്ഷിതത്വം ഒരുക്കുന്ന തരത്തിലുള്ള പുഷ്പങ്ങൾ ഉപയോഗിക്കണമെന്ന കർശന നിർദ്ദേശമാണ് ഇന്ന് ചേർന്ന ബോർഡ് യോഗത്തിലുണ്ടായത്. ഇതിന്റെ വിശദാംശങ്ങളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും നാളെ മുതൽ ഈ ഒരു നിയന്ത്രണം നിലവിൽ വരും. ഈ ഒരു നിയന്ത്രണം വരുന്നതോടുകൂടി തമിഴ്നാട്ടിലെ വ്യാപാരികൾക്കും കർഷകർക്കും ഉൾപ്പെടെ വലിയ തോതിലുള്ള നഷ്ടമുണ്ടാകും. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ വലിയ തോതിൽ ഈ അരളിപ്പൂവ് പൂജയ്ക്കും മറ്റു ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്, പ്രസാദത്തിലും മറ്റും ആയി നൽകുന്നുണ്ട്. ഇത്തരം ആളുകളെ സംബന്ധിച്ച് ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. എന്തായാലും ഇതിന്റെ റിപ്പോർട്ട് ഉൾപ്പെടെ വരുന്ന കാര്യത്തിൽ വന്നതിന് ശേഷം ഇക്കാര്യത്തിൽ കൂടുതൽ തീരുമാനമെടുക്കാമെന്നാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. അരളിപ്പൂവിൽ വിഷാംശമുണ്ട് എന്ന ആശങ്കയെ തുടർന്നാണ് ദേവസ്വം ബോർഡ് പൂവിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കഴിയുന്നതും അത് ഉപയോഗിക്കരുത്, പ്രത്യേകിച്ച് നിവേദ്യത്തിലും പ്രസാദത്തിലും ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല എന്ന കർക്കശമായ തീരുമാനം അത് നാളെ മുതൽ നടപ്പിലാവുകയും ചെയ്യും.